Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിൻ്റെ തിയറി പാർട്ടാണ്. അതായത് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. Now we can move to the first question. The question is define instantaneous velocity. എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി? അതായത് ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറയുന്ന വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലേ. അത് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാകുന്ന വെലോസിറ്റീനെയാണ് എന്ത് പറയുക? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഈസ് കാൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ അതിനെങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? വി ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. അതായത് ഡെൽറ്റ ടി ടെൻസ് ടു 0 ആയിരിക്കും, 0നോട് അടുത്തായിരിക്കും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാവുന്ന വെലോസിറ്റി ആയിരിക്കും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. അതായത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. ദാറ്റ് ഈസ് ദ വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ്. ഓക്കെ, the next question is when does the average velocity become equal to instantaneous velocity? അതായത് എപ്പോഴാണ് ആവറേജ് വെലോസിറ്റി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിക്ക് ഈക്വൽ ആവുക? when the time interval, അതായത് ഡെൽറ്റ ടി ടെൻസ് ടു 0 the average velocity becomes equal to instantaneous velocity. അതായത് ഡെൽറ്റ ടി ടൈം ഇൻ്റർവെല്ലിൽ 0നോട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും. ഓക്കെ, that is when the time interval delta t tends to 0 the average velocity becomes equal to instantaneous velocity. നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? v is equal to limit delta t tends to 0 delta x by delta t, that will be equal to dx by dt. Okay, next question is the speedometer of a vehicle shows dash. നമുക്ക് സ്പീഡോമീറ്റർ വെച്ച് എന്താണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്? Yes, that is instantaneous speed. We can measure instantaneous speed by using a speedometer. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ യൂണിഫോം മോഷൻ. എങ്ങനെ ഡിഫൈൻ ചെയ്യാം യൂണിഫോം മോഷൻ? അതായത് ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ് ഈസ് ഇൻ യൂണിഫോം മോഷൻ. അപ്പോൾ ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. ഇഫ് എൻ ഒബ്ജക്റ്റ് മൂവിങ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ covers equal distances in equal intervals of time, it is said to be in uniform motion along a straight line. ഒന്നും കൂടെ പറയാം. അതായത് if an object covers equal distances in equal intervals of time, it is said to be in uniform motion. Okay, the next question is draw the position time graph of an object moving with, first one is uniform positive velocity. നമുക്ക് വരയ്ക്കാനുള്ളത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. അപ്പോൾ എക്സ് ആക്സിസിൽ എപ്പോഴും ഏത് ക്വാണ്ടിറ്റി ആയിരിക്കും എടുക്കുന്നത്? ടൈമാണ്. ദെൻ വൈ ആക്സിസിൽ പൊസിഷനാണ് എടുക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് കിട്ടേണ്ട ഗ്രാഫ് യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റിയാണ്. യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റാണ്, അതിന് പോസിറ്റീവ് വെലോസിറ്റിയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഗ്രാഫ് വരുന്നത്? ഓക്കെ, ഫസ്റ്റ് നമ്മളെ ഗ്രാഫാണ് അല്ലേ, ദാറ്റ് ഈസ് പോസിറ്റീവ് വെലോസിറ്റി. സോ ഹിയർ വി ക്യാൻ സി എ സ്ട്രേറ്റ് ലൈൻ ഇൻക്ലൈൻ ടു എ ടൈം ആക്സിസ്. ഓക്കെ, അടുത്ത കേസിൽ എങ്ങനെ കിട്ടുക? യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ്. അതായത് എല്ലാ കേസിലും ടൈമാണ്, വേരിയബിളാണ് എപ്പോഴും നമ്മൾ എക്സ് ആക്സിസിൽ എടുക്കുന്നത്, വൈ ആക്സിസിൽ എടുക്കുന്നത് പൊസിഷനാണ്. ഓക്കെ, ദെൻ നെഗറ്റീവാണ്, അതായത് വെലോസിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരിക? അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് കേസിൽ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വരും? ടൈം അലോങ് എക്സ് ആക്സിസ് ആൻഡ് പൊസിഷൻ അലോങ് വൈ ആക്സിസ് ആണ്. ദെൻ ദാറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. സോ ദീസ് ആർ ദ 3 ഗ്രാഫ്സ് ഓഫ് 3 ഡിഫറെൻറ്റ് കേസസ്. അതായത് പോസിറ്റീവ് വെലോസിറ്റി, നെഗറ്റീവ് വെലോസിറ്റി ആൻഡ് അറ്റ് റെസ്റ്റ്. ക്ലിയർ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the position time graph of an object in uniform motion is dash. അതായത് പൊസിഷൻ ടൈം ഗ്രാഫ് ഒരു യൂണിഫോം മോഷൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും കിട്ടുന്നത്? എങ്ങനെയാണ് കിട്ടുക? പൊസിഷൻ ടൈം ഗ്രാഫ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ടൈം ആക്സിസ് ആയിരിക്കും ആസ് ഷോൺ ഇൻ ദ ഡയഗ്രാം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് ഡാഷ്. അതായത് പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ എന്താണ് കിട്ടുക? അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? വൈ ബൈ എക്സ് ആണ്. ഇവിടെ നമുക്ക് വൈയുടെ പൊസിഷനിൽ എന്താ വരുന്നത്? യെസ്, ദാറ്റ് ഈസ് പൊസിഷൻ. ദെൻ എക്സിൽ ടൈമാണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ
ടൈം. അതെന്തായിരിക്കും? യെസ്, ദാറ്റ് ഈസ് വെലോസിറ്റി. അതായത് സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ യൂണിഫോം മോഷൻ ഈസ് ഡാഷ്. അതായത് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു ഒബ്ജക്റ്റിൻ്റെ യൂണിഫോം മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും? ദാറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ എന്തായിരിക്കും എടുക്കുന്നത്? വെലോസിറ്റിയാണ്. സോ എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആയിരിക്കും എന്ത് യൂണിഫോം മോഷൻ്റെ കേസിലുണ്ടാവുന്ന വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ. The next question is also very important. The area under velocity time graph gives dash. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി ഏതായിരിക്കും? യെസ്, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. The next question is the slope of velocity time graph gives dash. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? അതായത് ഹിയർ വി ഹാവ് വെലോസിറ്റി അലോങ് വൈ ആക്സിസ് ആൻഡ് ടൈം അലോങ് എക്സ് ആക്സിസ്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക? വെലോസിറ്റി ബൈ ടൈം. അതെന്തിന് ഈക്വലാണ്? യെസ്, ദാറ്റ് ഈസ് ആക്സിലറേഷൻ. ഓക്കെ, സോ ദ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ആക്സിലറേഷൻ. ക്ലിയർ? Can conclude the video. If you like my video, please like, share and subscribe. Thanks for watching.